സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. ഇടതുമുന്നണിയിലേക്ക് മാറാനൊരുങ്ങി കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം CPIഎമ്മുമായി പ്രാഥമിക ചർച്ച നടത്തി. മുന്നണി നീക്കം ഫ്രാൻസിസ് ജോർജിന്റെയും ആന്റണി രാജുവിന്റെയും നേതൃത്വത്തിൽ 25 സീറ്റ് വേണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിൽ. രോഹിത് JNU വിഷയങ്ങളിൽ പാർലമെന്റിൽ വാക്പോര് തുടരുന്നു. ദുർഗാദേവിയെ അവഹേളിച്ചിട്ടില്ലെന്ന് സ്മൃതി ഇറാനി. മന്ത്രി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം. ദൈവനിന്ന സഭയിൽ ആവർത്തിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിനെന്ന് യെച്ചൂരി. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7.75% സാമ്പത്തിക സർവേ. പാട്യാല ഹൌസ് കോടതിയിൽ വെച്ച് അഭിഭാഷകർ തന്നെ നിലത്തിട്ട് ചവിട്ടിയെന്ന് കന്നയ്യകുമാറിന്റെ മൊഴി. കോടതിക്കകത്ത് വെച്ചും മർദ്ദിച്ചെന്ന് കന്നയ്യ അഭിഭാഷക കമ്മീഷനോട്. മർദ്ദിച്ചവർ പോലീസിന് മുന്നിലൂടെ കടന്നു കളഞ്ഞു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച വീഡിയോകൾ റിപ്പോർട്ടറിന്. സോളാർ ഇടപാടിൽ ഉമ്മൻചാണ്ടിക്ക് നൽകാനായി കോഴപ്പണം കൈമാറിയെന്ന ആരോപണത്തിൽ ദില്ലി കോടതി റിപ്പോർട്ട് തേടി. പരാതിയിൽ സ്വീകരിച്ച നടപടി മാർച്ച് 31-നകം അറിയിക്കണം. തന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സരിത തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. സോളാർ കമ്മീഷന് മുൻപിൽ തമ്പാനൂർ രവി ഹാജരാകാതിരുന്നത് ഗൗരവതരമെന്ന് കമ്മീഷൻ. സംസ്ഥാനം അത്യുഷ്ണത്തിൽ. താപനില 38 ഡിഗ്രി പിന്നിട്ടു. വയനാട്ടിൽ 3 പേർക്ക് സൂര്യാഘാതം. മറയൂർ ചന്ദന റിസർവിൽ വൻ കാട്ടുതീ. 50 ഏക്കർ വനം കത്തിയമർന്നു. ഫിഫ പ്രസിഡന്റിനെ ഇന്നറിയാം. മുഖ്യ പോരാട്ടം ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ. വോട്ടവകാശം 207 രാജ്യങ്ങൾക്ക്. പാട്യാല ഹൌസ് കോടതിയിലെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് അഭിഭാഷക കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച വീഡിയോ ദൃശ്യങ്ങളുടെ പകർപ്പ് റിപ്പോർട്ടറിന്. അഭിഭാഷകർ തന്നെ നിലത്തിട്ട് ചവിട്ടിയെന്ന് കന്നയ്യയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. മർദ്ദിച്ചയാളെ പോലീസ് പിടികൂടിയില്ലെന്ന് കന്നയ്യ വ്യക്തമാക്കുന്നുണ്ട്. അഭിഭാഷക കമ്മീഷനെ അക്രമികൾ അധിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങളുമുണ്ട്. പോലീസ് मुझे लेकर के आई तो सबसे पहले गेट पे इधर से आ रही थी. आई डोंट नो द नंबर. गेट के पास पहले मीडिया वालों ने घेर लिया. अच्छा. पुलिस ने उनसे मुझे बचाते हुए जो ही गेट के अंदर लेकर के आई. उसके बाद एक मॉब ने वकील के कपड़े पहन रखे थे, उन्होंने मेरे ऊपर अटैक किया. अच्छा. इस दौरान गेट में कितनी देर अंदर थे? कितना अंदर? बस घुसे ही. ठीक है. एकदम घुसे ही थे. ऐसा लग रहा था कि जैसे वो एक तैयारी में बैठे हुए थे कि जिन्हें आएगा अटैक करें. क्योंकि जो लोग पीट रहे थे ना, उसमें से कुछ लोग और लोगों को बुला रहे थे. अच्छा. आ गया इस तरीके से. और पूरे रास्ते में गाड़ियां गिर गई. कभी मैं गाड़ी पे गिर गया. और वो जो जहाँ से जब हम कोर्ट एंट्री करते हैं वो जो मशीन होता है, उसके दौरान जब धक्का दे करके मुझे अंदर किया जाता, मेरा पैंट खुल गया. उसके बाद मेरे टी-शर्ट, मेरे चप्पल खुल गए, मेरे पैर में इंजरी हुई, मेरे पेट में. ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ഉണ്ണി, പട്യാല ഹൌസ് കോടതിക്ക് പുറത്തും അകത്തും വെച്ച് മർദ്ദനത്തിന് വിധേയനായ ശേഷം കന്നയ്യകുമാർ സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഇത് അഭിഭാഷക കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഭിലാഷ്, പട്യാല ഹൌസ് കോടതിക്ക് അകത്തും പുറത്തുമുണ്ടായിരുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം ഒപ്പിയെടുത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. സുപ്രീം കോടതി നിയമിച്ച 6 അംഗ അഭിഭാഷക കമ്മീഷൻ പട്യാല ഹൌസ് കോടതിയിൽ അക്രമം നടക്കുമ്പോൾ എത്തുകയായിരുന്നു. ഇവർ തങ്ങളുടെ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഒരു വിഭാഗം അഭിഭാഷകർ പുറത്ത് തമ്പടിച്ചുകൊണ്ട് ഈ അഭിഭാഷക കമ്മീഷനെതിരെ പോലും അധിക്ഷേപിക്കുന്ന വാക്കുകൾ ചൊരിയുകയും മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു എന്നും ഇതിൽ വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല, കന്നയ്യകുമാർ തന്നെ നേരിട്ട് കമ്മീഷൻ മുമ്പാകെ സ്ഥിരീകരിക്കുകയാണ് താൻ മർദ്ദിക്കപ്പെട്ടിരുന്നു എന്നുള്ളത്. കോടതിയുടെ ഒരു ഗേറ്റിലൂടെ തന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ തന്നെ വലിയ ഒരു ആൾക്കൂട്ടം അവർ അവിടെ തന്നെ ആക്രമിക്കുന്നതിന് സജ്ജരായി നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് തന്നെ കൊണ്ടുവരുമ്പോൾ പോലീസിനെ കവച്ചു വെച്ചുകൊണ്ട് അവർ ആക്രമിക്കുകയായിരുന്നു. സമീപത്തുള്ള എക്സ്റേ മെഷീൻ എടുത്തു വെച്ച് തന്നെ ചവിട്ടി നിലത്തിട്ടു. അപ്പോൾ തന്റെ പാന്റ് ഊരി വന്നു, ചെരുപ്പുകൾ ഊരിപ്പോയി. പിന്നീട് അകത്തെത്തിയ ശേഷവും തന്നെ മർദ്ദിക്കുകയായിരുന്നു. നിലത്തിട്ട് ചവിട്ടുകയും നെഞ്ചത്തും വയറിലും തുടർച്ചയായി ഇടിക്കുകയും ചെയ്തു എന്നാണ് കന്നയ്യകുമാർ പറയുന്നത്. മാത്രമല്ല, കോടതി മുറിയിൽ എത്തിയപ്പോൾ പോലും ഒരാൾ നേരത്തെ തന്നെ അവിടെ ഈ സ്ഥലം പിടിക്കുകയും തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇയാളാണ് തന്നെ മർദ്ദിച്ചതെന്ന് തന്റെ അധ്യാപകരോടും പോലീസിനോടും പറഞ്ഞപ്പോഴും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ആ പോലീസിന്റെ മുന്നിലൂടെ അയാൾ കടന്നുപോയി എന്നാണ് കന്നയ്യകുമാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അഭിഭാഷക കമ്മീഷൻ വളരെ നിശിതമായ വിമർശനമാണ് പോലീസിനെതിരെയും മറ്റ് അധികൃതർക്കെതിരെയും ചൊരിഞ്ഞിരിക്കുന്നത്. ഇത് വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ട് പോലീസ് നടപടിയെടുക്കാത്ത പോലീസുകാരുടെ പേര് തരൂ, ദില്ലി പോലീസ് കമ്മീഷണർ BS ബസിയുടെ ഉത്തരവിന് കീഴിലല്ല നിങ്ങളെന്ന് ഓർക്കണം തുടങ്ങിയ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ അഭിഭാഷക കമ്മീഷനിലെ കപിൽ സിബൽ ഒപ്പം ദുഷ്യന്ത് ദവെ തുടങ്ങിയ അംഗങ്ങൾ ഉന്നയിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും സുപ്രീം കോടതിയിൽ വളരെ നിർണായകമായ തെളിവായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അഭിലാഷ്.
പാട്യാല ഹൗസ് കോടതിക്കകത്തും പുറത്തും വെച്ചുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് കന്നയ്യകുമാർ അഭിഭാഷക കമ്മീഷന് നൽകിയ മൊഴി ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്നു. കന്നയ്യകുമാർ പാട്യാല ഹൗസ് കോടതിയിൽ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. തന്നെ മൃഗീയമായി കോടതിക്കകത്തും പുറത്തും ആക്രമിച്ചു, നിലത്തിട്ട് ചവിട്ടി എന്ന് കന്നയ്യകുമാർ പറയുന്നത് വളരെ വ്യക്തമാണ്. അക്രമിയെ താൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും പോലീസ് നടപടിയെടുത്തിട്ടില്ല എന്ന് കന്നയ്യകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തെളിവുകൾ 6 അംഗ അഭിഭാഷക കമ്മീഷൻ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അഭിഭാഷക കമ്മീഷൻ കൈമാറിയിട്ടുള്ള തെളിവാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയിലൂടെ പുറത്തുവിട്ടത്. ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിൽ PJ ജോസഫിനെ അനുകൂലിക്കുന്ന നേതാക്കൾ ഇടതുമുന്നണിയിലേക്ക്. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾ CPIM നേതൃത്വവുമായി ചർച്ച നടത്തി. മുന്നണി വിട്ടുവന്നാൽ ഇടതുമുന്നണിയിൽ ഉൾക്കൊള്ളുമെന്ന് CPIM നേതാക്കൾ ഇവർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ജോസഫ് വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന നേതാക്കളുടെ സിറ്റിംഗ് സീറ്റ് നൽകില്ലെന്ന KM മാണിയുടെ നിലപാടിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഫ്രാൻസിസ് ജോർജിനും ആന്റണി രാജുവിനും സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് PJ ജോസഫ് മാണിയെ സമീപിച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടാകാതിരുന്നതോടെ നിലപാട് ശക്തമാക്കാൻ നേതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കേരള കോൺഗ്രസിലെ വിമത വിഭാഗം ചർച്ച നടത്തി. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, ഡോക്ടർ KC ജോസഫ്, PC ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ. UDF വിട്ടുവന്നാൽ സ്വീകരിക്കാമെന്ന് CPM നേതാക്കൾ ഇവർക്ക് ഉറപ്പു നൽകി. എന്നാൽ നിലപാട് വേഗത്തിൽ സ്വീകരിക്കണം, രാഷ്ട്രീയമായി UDF-നെ തള്ളിപ്പറയണമെന്ന നിർദ്ദേശവും CPIM മുന്നോട്ട് വെച്ചു. ഈ സാഹചര്യത്തിൽ നിലപാട് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. കർഷക പാർട്ടിയായ കേരള കോൺഗ്രസ് റബ്ബർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ചില്ലെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു. KM മാണിയെ മറികടന്ന് ജോസ് K മാണി പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്നും ഈ വിഭാഗത്തിന് പരാതിയുണ്ട്. കുടുംബ കേന്ദ്രീകൃതമാക്കി പാർട്ടിയെ മാറ്റാൻ വ്യക്തി കേന്ദ്രീകൃതമായി ശ്രീ KM മാണി ശ്രമിക്കുന്നു എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. അതേസമയം ഫ്രാൻസിസ് ജോർജിനെയും മറ്റുള്ളവരെയും അനുനയിപ്പിക്കാനുള്ള നീക്കം കേരള കോൺഗ്രസിലും ശക്തമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ PC ജോസഫ്, ശ്രീ PC തോമസ്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PC ജോസഫ്, പിണറായി വിജയനുമായി ഈ ഇടഞ്ഞു നിൽക്കുന്ന വിഭാഗം, താങ്കൾ ഉൾപ്പെടുന്ന വിഭാഗം ചർച്ച നടത്തുകയുണ്ടായല്ലോ. ഇടതുമുന്നണിയിലേക്ക് പോയാൽ PJ ജോസഫ് അടക്കമുള്ള ഈ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ ഇല്ലാതെയാണ് പോകുന്നത്. അങ്ങനെ വന്നാൽ ഒരു ഘടകകക്ഷിയുടെ അംഗീകാരം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ CPIM? എത്ര സീറ്റ് നൽകാം എന്ന് പറഞ്ഞു? മുന്നണിയും സീറ്റും ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മുന്നണിയേക്കാളും സീറ്റിനേക്കാളും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 51 കൊല്ലക്കാലമായി കേരള സമൂഹത്തിൽ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങളുടെ സ്പിരിറ്റ് ബഹുമാന്യായ ശ്രീ KM മാണി പാർട്ടിയുടെ ചെയർമാൻ കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ വ്യക്തി കേന്ദ്രീകൃത സ്വഭാവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവമാണ് കഴിഞ്ഞ നവംബർ 10-ാം തീയതി അദ്ദേഹം കോടതി വിധിയെയും കോടതി പരാമർശനത്തെയും തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ എടുത്ത സമീപനം. മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ സ്വാഭാവികമായും മറ്റൊരു മന്ത്രി സ്വന്തം പാർട്ടിക്കുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ആ മന്ത്രിസ്ഥാനത്തിൻ്റെ ചുമതലകളെല്ലാം തൻ്റെ സഹമന്ത്രിക്ക് കൊടുക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും പതിവ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള PJ ജോസഫിന് ആ ചുമതല കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൊണ്ടുപോയി ആ മന്ത്രിസ്ഥാനം കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കണ്ടത്, റബ്ബറിൻ്റെ 300 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് അനുസരിച്ച് 1 കിലോഗ്രാം റബ്ബറിന് 150 രൂപ റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കുവാൻ വേണ്ടി അതിനെ കൊടുക്കാതിരിക്കാനുള്ള ധനകാര്യ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഗവേഷണം നടത്താൻ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട KM മാണി മന്ത്രിസ്ഥാനം രാജിവെച്ച ഉടനെ പറഞ്ഞു റബ്ബറിന് കിലോഗ്രാമിന് 200 രൂപ കൊടുക്കണമെന്ന്. മുദ്രാവാക്യം പ്രസക്തമാണ് കേരള കോൺഗ്രസിന്റെ എന്ന് തോന്നേണ്ടത് ഇപ്പോഴല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാകുമ്പോൾ ചില പ്രമുഖരായ ആളുകൾക്ക്, ഫ്രാൻസിസ് ജോർജിന്, ആന്റണി രാജുവിന്, താങ്കൾക്ക് ഒക്കെ സീറ്റ് കിട്ടില്ല മാണി ഗ്രൂപ്പിൽ നിന്നാൽ എന്ന് തോന്നുമ്പോൾ ഉദിക്കേണ്ടതല്ലല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയം ഇതല്ലല്ലോ എന്ന തോന്നൽ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആ വിഷയത്തിൽ തർക്കിക്കുകയും ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, അവിടേക്ക് പോയാൽ, LDF-ലേക്ക് പോയാൽ എത്ര സീറ്റ് കിട്ടും? അവിടേക്ക് പോയ പല ആളുകളും ഇപ്പോഴും ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത് എത്തിയിട്ടുമില്ല എന്ന അവസ്ഥയിലാണ്. അതുപോലെ ചിലപ്പോൾ വഴിയിൽ നിൽക്കേണ്ടി വരില്ലേ? അതല്ലാതെ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ?
LDF-ലേക്ക് പോകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട വിഷയം. ഈ സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്ന വ്യാപകമായിട്ടുള്ള അഴിമതിക്കെതിരെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ആരാണ്? വർഗീയത അതിൻ്റെ എല്ലാ കരാള ഹസ്തവും ഉയർത്തി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണല്ലോ നിങ്ങളുടെ ചാനലിൽ കൂടി ഇപ്പോൾ പുറത്തുവിട്ട കനയ്യകുമാറിൻ്റെ ദയനീയ കഥ. അതുപോലെ രോഹിത് വെമുലയുടെ പ്രശ്നം. ഇതിനൊക്കെ എതിരെ, വർഗീയതയ്ക്കെതിരെ പോരാടാൻ ആർക്ക് കഴിയും? അഴിമതിയെ ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിയും? അങ്ങനെയുള്ള അതിപ്രധാനമായിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ. അല്ല, അതൊക്കെ ഉണ്ട്. ശ്രീ PC ജോസഫ് കനയ്യകുമാറിനെയും രോഹിത് വെമുലയെയും പാവം മാണി സാർ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, എന്തായാലും ഇറങ്ങാൻ തീരുമാനിക്കുന്ന ഘട്ടമാണല്ലോ, ഒരു അഷുറൻസ് കിട്ടിയിട്ടുണ്ടോ? മാണിസാർ രോഹിത് വെമുലയെയും കനയ്യകുമാറിനെയും മാണിസാർ ചെയ്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എല്ലാം സംരക്ഷകനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ മാണിസാറിനെ അദ്ദേഹത്തിൻ്റെ മുന്നണിയിലേക്ക് ക്ഷണിച്ചപ്പോൾ മാണിസാറിൻ്റെ പ്രതികരണം എന്തായിരുന്നു? മാണിസാർ പറഞ്ഞു, എനിക്ക് സ്വീകാര്യത വന്നിരിക്കുന്നുവെന്ന്. എനിക്ക് സ്വീകാര്യത വന്നു എന്ന് കുമ്മനം രാജശേഖരൻ സ്വീകരിച്ചപ്പോൾ മാണിസാർ പറഞ്ഞ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട്, അത് കേരള കോൺഗ്രസ് 51 കൊല്ലമായി പുലർത്തി വരുന്ന പാരമ്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. അവിടെയാണ് കനയ്യകുമാറും വെമുലയും KM മാണിയും തമ്മിലുള്ള ബന്ധം. ശരി, ആയിക്കൊള്ളട്ടെ ശ്രീ PC ജോസഫ്, എത്ര പേരുണ്ടാകും നിങ്ങളുടെ കൂടെ? TU കുരുവിള ഉണ്ടാകുമോ? മോൻസ് ജോസഫ് ഉണ്ടാകുമോ? PJ ജോസഫ് ഉണ്ടാകുമോ? ഇല്ലല്ലോ. നിങ്ങൾ 3-4 നേതാക്കൾ മാത്രം ഈ പാർട്ടി വിട്ടിട്ട് എന്താണ്? അണികൾ ആരെങ്കിലും കൂടെ വരുമോ? വ്യക്തികൾ എന്ന് പറയുന്നത് വളരെ അപ്രധാനമാണ്. ആശയങ്ങളാണ് പ്രധാനപ്പെട്ടത്. കേരള കോൺഗ്രസ് പാർട്ടി 2 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, കേരള കോൺഗ്രസ് പാർട്ടിയിലെ സംഘടനാപരമായിട്ടുള്ള അനീതികൾ. 2, കേരള കോൺഗ്രസ് പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെ നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ശ്രീ KM മാണി. അപ്പോൾ അത് രണ്ടും കൂടി സമന്വയിപ്പിക്കണം. പാർലമെന്ററി ജനാധിപത്യത്തിൽ സീറ്റുകൾക്ക് പ്രാധാന്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പാർലമെന്ററി ജനാധിപത്യത്തിൽ MLA വേണം, മന്ത്രിമാർ വേണം, അധികാരം വേണം. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിലല്ലേ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഒരു ഗവൺമെന്റിലൂടെ പ്രാവർത്തികമാക്കാൻ കഴിയൂ. പക്ഷെ അത് മാത്രമാണ് പ്രധാനം എന്നുള്ള നിലയിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റി ചിന്തിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ആശയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആ രാഷ്ട്രീയ ശക്തി ആരാണെന്നുണ്ടെങ്കിലും അവരുമായിട്ട് അതാണ് താങ്കൾക്ക് അക്കാര്യത്തിൽ എന്തുകൊണ്ട് UDF വിടുന്നു എന്നതിന്റെ വിശദീകരണമായി പറയാനുള്ളത്. ഒരു നിമിഷം തുടരുക. ശ്രീ ആണത്തലവട്ടം ആനന്ദൻ, UDF മുന്നണിയിൽ സീറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തവർക്കൊക്കെ LDF മുന്നണി സീറ്റ് കൊടുക്കുമോ? ആകെ 140 മണ്ഡലങ്ങളേ ഉള്ളൂ കേരളത്തിൽ. ആ മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്താൻ മാത്രം ഉള്ള ശേഷി ഇപ്പോൾ ഇടതുമുന്നണിക്കില്ലേ? അവിടെ നിന്ന് സീറ്റ് മോഹികളായി ആര് വന്നാലും ഞങ്ങൾ ഉൾക്കൊള്ളാം എന്ന് വാക്ക് കൊടുക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇടതുമുന്നണിക്കുണ്ടോ? അല്ല, കേരള കോൺഗ്രസിൻ്റെ ശ്രീ PC ജോസഫ് അല്ലേ സംസാരിച്ചത്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സീറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പോണത്. അപ്പോൾ ചോദിക്കുകയുണ്ടായി, TU കുരുവിള വരുമോ, മറ്റ് നേതാക്കന്മാരാരെങ്കിലും ഇതിനകത്ത് കൂടെ വരുമോ? ഇല്ല, നിങ്ങൾ മാത്രം പോയാലെങ്ങനെ? ജനങ്ങളുടെ കൂടെ ഉണ്ടാവും കേരള കോൺഗ്രസിന്. അതുകൊണ്ട് ആ വിശ്വാസമാണല്ലോ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളിൽ UDF എന്നെടുക്കുന്ന സമീപനം, അതിൽ നിൽക്കുന്ന മാണി എടുക്കുന്ന സമീപനം, അതിനോടുള്ള പ്രതിഷേധമാണ് അവരുടെ ചർച്ചയിൽ അവർ ഉന്നയിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ, റബ്ബർ കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ മാണിക്കോ UDF ഗവൺമെൻറ്റിനോ സാധിക്കുമോ? നാളികേര കൃഷിക്കാരൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ മാണിക്കോ UDFനോ സാധിക്കുമോ? നെൽകൃഷിക്കാരൻ്റെ അവസ്ഥ ഇന്ന് എന്താണ്? ഇതല്ലേ കാർഷികമല്ല കേരള വിഷയങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പ്രശ്നങ്ങളല്ലേ എന്ന് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണോ ഈ KM മാണിയെയും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയും അഴിമതി ആരോപണങ്ങളെയും ഒക്കെ സംരക്ഷിച്ച് നിന്നിരുന്ന ആളുകളാണിവർ. ചില ആളുകൾക്ക് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഇടതുമുന്നണിയിലേക്ക് വന്നാൽ അവരെ സ്വീകരിക്കുന്നതിന് എന്ത് ധാർമ്മികതയാണുള്ളത്? അല്ല, ഞാനൊക്കെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. തെരഞ്ഞെടുപ്പ് അവസരത്തിലാണല്ലോ ഈ ഗവൺമെൻറ് തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ന് തുടരുന്ന ജനദ്രോഹ നയങ്ങൾ വീണ്ടും തുടരും, അതിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണല്ലോ അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത്. ഈ ജനദ്രോഹ നയങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങളില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, കുമ്മനം രാജശേഖരനും BJPയും
രാജ്യത്തെ തന്നെ വെട്ടിമുറിക്കാൻ കഴിയുന്ന വിധത്തിൽ ഹിന്ദുത്വ ശക്തികൾ ആധിപത്യം ചെലുത്തുമ്പോൾ അതിനൊരു സോഫ്റ്റ് കോർണറാണ് ശ്രീ കെ.എം. മാണി എടുത്ത് അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറഞ്ഞൂടെ? തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയും ഈ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. മാണി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ലേ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത്. അതുകൊണ്ട് ഏത് പാർട്ടിയിൽ നിൽക്കുന്ന ആളിനും നയപരമായ പ്രശ്നങ്ങളിൽ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായിട്ടാണ് പോകുന്നതെന്ന് കണ്ടാൽ ഏതവസരത്തിലും ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനും പുതിയ പാർട്ടി ഉണ്ടാക്കാനും വേറെ ഏതെങ്കിലും മുന്നണി ചേരാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശാഖപട്ടണത്തിലെ 24 പാർട്ടി കോൺഗ്രസ് എടുത്ത ഒരു തീരുമാനം വേറൊരു സന്ദർഭമായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ, ഉദാഹരണത്തിന് കസ്തൂരി രംഗൻ റിപ്പോർട്ടും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ ആ വിഷയം മുൻനിർത്തി ഈ സർക്കാർ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് നിലപാടെടുത്ത് പുറത്തു വന്നിരുന്നുവെങ്കിൽ, അതല്ല റബ്ബർ വിലത്തകർച്ച രൂക്ഷമായ ഘട്ടത്തിൽ കർഷക ദ്രോഹ സമീപനത്തോട് കൂട്ടുനിൽക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാം. ഇതൊക്കെ രാഷ്ട്രീയമായി, ഞങ്ങൾ രാഷ്ട്രീയമായാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് എന്ന് പറയാനുള്ള അവസരങ്ങളായിരുന്നു. അന്നൊന്നും ചെയ്യാതെ സീറ്റ് വിഭജന ചർച്ച നടക്കുമ്പോൾ ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് ആര് വിശ്വസിക്കാനാണ്? നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് വളരെ ദുഃഖകരമാണ്. 2014 മാർച്ച് മാസം 7-ാം തീയതി കേരള കോൺഗ്രസ് പാർട്ടി എന്നെ ഏൽപ്പിച്ച കേരള ഫീഡ്സിന്റെ ചെയർമാൻ സ്ഥാനം ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞത് കസ്തൂരി രംഗൻ നിലപാടിൽ എന്റെ പാർട്ടി കൃഷിക്കാരെ കൈവിടിഞ്ഞതിന്റെ പ്രതിഷേധമായിട്ടാണ്. കേരളത്തിലെ 123 വില്ലേജുകളിലെ 22 ലക്ഷത്തിൽ പരം ജനങ്ങള് അവരുടെ പിതൃഭൂമിയിൽ അന്യവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട കേരള കോൺഗ്രസ് പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ സ്വന്തം മകന്റെ പാർലമെന്റ് സ്ഥാനത്തിനു വേണ്ടി കേരളത്തിലെ 22 ലക്ഷത്തിൽ പരം കൃഷിക്കാരെ വഞ്ചിച്ചപ്പോഴാണ് അതിന്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള ഞാൻ എന്നെ പാർട്ടി ഏൽപ്പിച്ചിരുന്ന കേരള ഫീഡ്സിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. അതല്ലാതെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഒരു നിലപാടല്ല. 2013 നവംബർ 13 ഒരു നോട്ടിഫിക്കേഷനിലൂടെ കേരളത്തിലെ 123 വില്ലേജുകളെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്രം ഭരിച്ചിരുന്നത് UPA ഗവൺമെന്റാണ്. ആ UPA ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയാണ് ഈ രാജ്യത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി 51 കൊല്ലം മുൻപ് ഉണ്ടായപ്പോൾ ആ പാർട്ടിയുടെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് കാർഷിക രംഗമാണ്. അതിനെതിരെയാണ് ശ്രീ കെ.എം. മാണി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ശരി, അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടി വരുന്നു എന്ന് ശ്രീ PC തോമസ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ PJ ജോസഫോ TU കുരുവിളയോ വരുന്നില്ല, ഒരു വിഭാഗം നേതാക്കൾ മാത്രമാണ് പാർട്ടി വിട്ട് പുറത്തു വന്ന് LDFനോട് കൂടാൻ ആലോചിക്കുന്നത്. അത് തത്വദീക്ഷയുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ വരുന്നവർക്ക് ഉചിതമായ സ്വീകരണം ഇടതുമുന്നണിയിൽ കിട്ടിയേക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അവരുടെ പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങളാകാം. അവരുടെ പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചില ഇഷ്യൂസിന്മേൽ വന്ന അകൽച്ചകളാകാം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലർ കാണിക്കുന്നതിൻ്റെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ പലരെയും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് പലരെയും ഇങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അതുപോലെ മറ്റ് ചില പാർട്ടികളിൽ നിന്നും ഒക്കെ അടർത്തിയെടുത്ത് അവിടെയുള്ള പാർട്ടികളെ ശോഷിപ്പിച്ച് എങ്ങനെയെങ്കിലും അടുത്ത ഭരണം പിടിച്ചു പറ്റാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ജനങ്ങൾ ഈ രണ്ട് മുന്നണിയെയും വെറുതിരിക്കുകയാണ്. കാരണം അങ്ങേയറ്റം അഴിമതിയിൽ കുളിച്ചു കിടക്കുന്ന, പല രീതിയിൽ അഴിമതി കേസുകളിൽ പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടുന്ന മുന്നണികളാണ് ഈ രണ്ട് UDF LDF മുന്നണികൾ എന്ന് കാണുന്ന ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇതിനൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ റബ്ബറിൻ്റെ വില ഇത്രയും താഴോട്ട് പോയത് നമുക്കറിയാം, വ്യക്തമായിട്ട് UPA ഗവൺമെൻറ് എടുത്ത ചില നടപടികളാണ്. അതിനെ പിന്തുണയ്ക്കാനായിട്ട് പലരും തയ്യാറായി എന്നുള്ളത് ഓർമ്മിക്കുമ്പോൾ അവർക്കും അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട് എന്ന് ഇന്ന് ജനങ്ങളെ, പ്രത്യേകിച്ച് കർഷകർ കാണുകയാണ്. അപ്പോൾ കർഷകരും സാധാരണക്കാരും അങ്ങേയറ്റം ഈ രീതിയിലുള്ള നടപടികളെ പുച്ഛത്തോടെ കാണുമ്പോൾ എങ്ങനെയും മറ്റൊരു മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ അവിടെ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതിൽ കൂടുതൽ
അതിനെ കാണാൻ പറ്റത്തില്ല. ശരി, പക്ഷേ, അങ്ങനെയാണ് താങ്കൾ ഒരു ഈ ഘട്ടത്തിൽ പാർട്ടിയിൽ നിരീക്ഷിക്കുന്നത്. ഉണ്ടാകുന്ന തുടരണം പ്രശ്നത്തെ സംബന്ധിച്ചിപ്പോൾ, തുടരണം ശ്രീ പി സി തോമസ്. സീറ്റിനെ ശ്രീ സംബന്ധിച്ചാണെങ്കിലും ആർക്കവട്ടമാനന്ദൻ, അല്ലെങ്കിൽ അവർക്ക് ഈ സർക്കാർ അംഗീകാരത്തെ അധികാരം ഏൽക്കുമ്പോൾ ആർ അവരുടേതായിട്ടുള്ള ബാലകൃഷ്ണപിള്ള പരാതി ജയിലിലായിരുന്നു. ന്യായമായിരിക്കാം. അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം എന്താണെന്ന് നമുക്കറിയാം. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ആളാണ്. ഈ സർക്കാരിന്റെ ആദ്യത്തെ വർഷം പ്രതിപക്ഷം ഏറ്റവും ശക്തമായ ആരോപണം ഉന്നയിച്ചത് ബാലകൃഷ്ണപിള്ളയ്ക്കും മകൻ ഗണേഷ് കുമാറിനുമെതിരെയാണ്. ആ കാലഘട്ടത്തിൽ പി സി ജോർജ് എന്ന ചീഫ് വിപ്പ് ഉള്ള ചർച്ചകളിൽ പോലും പങ്കെടുക്കില്ലായിരുന്നു ഇടത് നേതാക്കൾ. അത്രയ്ക്ക് അകലമായിരുന്നു, ബഹിഷ്കരിക്കുകയായിരുന്നു, ചീമുട്ടയേറുണ്ടായിരുന്നു. ആദ്യത്തെ 1.5 കൊല്ലം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരായിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന ആളുകളാണെങ്കിൽ താങ്കളടക്കം പങ്കെടുക്കുന്ന ചർച്ചകളിൽ ബാർ കോഴ ആരോപണ വിധേയനായ കെ എം മാണിയെ സർവ്വസന്നാഹവും ഉപയോഗിച്ച് പ്രതിരോധിച്ച ആളുകളാണ്. ഇതൊക്കെ കാണുന്ന സാധാരണ ജനത്തിന് തോന്നുക ഇടത് മുന്നണി എന്താ ആർക്കും വന്നു കയറാവുന്ന പെരുവഴി അമ്പലമാണോ എന്നാണ്. പിന്നെ ഇതൊക്കെ ഒരു മാച്ച് ഫിക്സിംഗ് അല്ലേ എന്ന പരിഹാസവും സാധാരണ ജനങ്ങൾക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ആള് കൃഷ്ണമുള്ളതെല്ലാം തോന്നാം. പക്ഷേ ഇവിടെ ഞങ്ങളെടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയ ഫാസിസമാണ്. അതുപോലെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ UDF ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും ജനദ്രോഹ നയങ്ങളുമാണ്. ഈ 3 വിഷയങ്ങളെ എതിർക്കാൻ ആരെല്ലാം ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ വരുമോ അവരുടെ ജാതി നോക്കി, മതം നോക്കി, പൂർവ്വകാല ചരിത്രം നോക്കി അല്ല അവരെ സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത്. മെയിൻ ഡേഞ്ചർ, മുഖ്യ ശത്രു, ആ ശത്രു വർഗീയ ഫാസിസമാണ്, BJPയുടേതാണ്. അതേപോലെ തന്നെ കേരളമാണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഭരിച്ച് സർവനാശത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. കൃഷിക്കാരൻ മുഴുവൻ റബ്ബർ കൃഷിക്കാരൻ, നാളികേര കൃഷിക്കാരൻ, നെൽകൃഷിക്കാരൻ, 10,000 പണിയെടുക്കുന്ന പരമ്പരാഗത മേഖല മുഴുവൻ തകർത്തു. കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ നഷ്ടത്തിലേക്ക് മുതലക്കൂപ്പ് കുത്തി. ഇടതുപക്ഷ മുന്നണി ഇതെല്ലാം ലാഭത്തിലേക്ക് നിർത്തിയിരുന്നതാണ്. തൊഴിൽ രഹിതരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. തൊഴിലുള്ളവൻ്റെ കൂടി തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ പിന്നെ ഇതിനെല്ലാം പുറമെയാണ് ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ കേരളത്തിന്, മലയാളികൾക്ക് അപമാനം വരുത്തുന്ന വിധത്തിലുള്ള കൊള്ളരുതായ്മകൾ കാണിച്ചത്. അഴിമതി മാത്രമല്ല, ദുർഭരണം നടത്തിയത്. കോടതി കയറി ഇറങ്ങുകയാണ്. ഓരോ ദിവസവും ഓരോ മന്ത്രിമാർക്കെതിരായി ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുകയാണ്. വിജിലൻസ് എൻക്വയറിയും വിജിലൻസ് കോടതിയുടെ പരാമർശമില്ലാത്ത ഒറ്റ മന്ത്രിമാരില്ല. സരിത എന്ന് പറഞ്ഞ ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലോകം മുഴുവൻ ഈ നാടിനെ നാശത്തിലേക്ക് നയിച്ച, നാണക്കേട് വരുത്തിയ ഒരു മുഖ്യമന്ത്രിയും കൂട്ടനുമാണ്. ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പുതുതായി വരുന്ന ആളുകളൊക്കെ സഹായകമാകും എന്ന് ഇടത് മുന്നണി പ്രതീക്ഷിക്കുന്നും ഉണ്ടാകും. ശ്രീ പി സി ജോസഫ്, ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പി സി തോമസ് നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പാർട്ടി ഇടത് മുന്നണി വിട്ടതിന് ശേഷവും അദ്ദേഹം ഇടത് മുന്നണിയിലുണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇടത് മുന്നണിയിലുള്ള കേരള കോൺഗ്രസുകളുടെ അവസ്ഥ എന്നുള്ളത് തൃപ്തികരമാണോ? ഇടത് മുന്നണിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് 2006 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ഇടത് മുന്നണിയിൽ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസുകളുടെ അനുഭവം അത്ര നല്ല അനുഭവമല്ല എന്ന് ഇപ്പോൾ പി സി തോമസ് സൂചിപ്പിക്കുമ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നുന്നുണ്ടാകുമല്ലോ. ഇവിടെ പി ജെ ജോസഫിനെ പോലെ അല്ലെങ്കിൽ കെ എം മാണിയെ പോലെ വലിയ നേതാക്കളില്ലാതെ ഒരു കൂട്ടം കേരള കോൺഗ്രസ് നേതാക്കൾ അങ്ങ് ചെന്ന് ചേരുമ്പോൾ അത്ര വലിയ സ്വീകരണം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത് അർത്ഥമുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവിടുത്തെ സ്വീകരണം, ഇവിടുത്തെ നിലനിൽപ്പ് എന്നൊക്കെയുള്ളത് അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളോരോ ഒറ്റയടിക്ക് ഏതെങ്കിലും 4-5 പേര് കൂടി ഒരു തീരുമാനം എടുക്കുന്നവരല്ല. കേരള കോൺഗ്രസ് പാർട്ടിയിൽ ജനാധിപത്യം പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഒരു മുന്നണിയിലേക്ക് പോകാനോ ഒരു മുന്നണിയുടെ എന്താണ് അതിൻ്റെ അവിടെ എന്ത് കിട്ടും, ഇവിടെ എന്ത് നഷ്ടപ്പെടും എന്നൊന്നും ചിന്തിക്കുന്നവരല്ല. കേരള കോൺഗ്രസ് പാർട്ടി ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ എന്താണ് മാർഗം, ആരാണ് നല്ല കൂട്ട് എന്നൊക്കെ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കന്മാരും ചിന്തിക്കും. അത് ഇപ്പോൾ എന്തെങ്കിലും തീരുമാനമെടുത്തുവെന്നോ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചുവെന്നോ അതിനകത്ത് അർത്ഥമില്ല. ഞാൻ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി കാലങ്ങളായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ബഹുമാനപ്പെട്ട പി സി തോമസ് പറഞ്ഞതിനെക്കുറിച്ച് വ്യക്തിപരമായി ഒന്നും പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം PT ചാക്കോയുടെ മകനായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല.
ഇതിൽ ശ്രീ ജോസഫ് ഉള്ള പ്രശ്നം ഞങ്ങൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് UDF ബന്ധം വിച്ഛേദിക്കുന്നത് എന്ന് വാദിക്കുന്നു. പൊതുജനം തീരുമാനമെടുക്കട്ടെ. പക്ഷേ നിങ്ങൾ ഇടത് മുന്നണിയിൽ ചെന്നാൽ എന്താണ് കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നല്ലേ? ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് വേണം. മൂവാറ്റുപുഴയോ മറ്റോ ഇടത് മുന്നണി കൊടുക്കും എന്ന് വിചാരിക്കുക. ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഏത് സീറ്റാണ് അവിടെ? തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റിൽ സുരേന്ദ്രൻ പിള്ള അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നു, അദ്ദേഹത്തിന് കൊടുത്തേ പറ്റൂ. പുനലൂർ CPIയുടെ സീറ്റാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാകാം. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത വണ്ണം പെരുവഴിയിലായി പോകുമോ എന്ന ഭയം താങ്കൾക്കും താങ്കളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കും ഒരു ഘട്ടത്തിലും തോന്നുന്നില്ലേ? ഇതൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെയുള്ള ഒരു ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെന്തിനാണ് ആശങ്കപ്പെടുന്നത്? കേരള കോൺഗ്രസ് പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കാലിക പ്രസക്തിയുള്ളതായതുകൊണ്ട് അത് 51 കൊല്ലമായി നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റി സ്വീകരിക്കുന്ന ഒരു വസ്തുതയായതുകൊണ്ട് അതുകൊണ്ട് ഈ സീറ്റിനെ കുറിച്ച് ആകുലപ്പെടേണ്ടതോ വരും വരായിക എന്താണെന്ന് ചിന്തിക്കേണ്ടതിന്റെ ഒന്നും ഒരു പ്രസക്തി ഇപ്പോഴായിട്ടില്ല. ശരി, അങ്ങനെയാണ് താങ്കൾ അതിനെ വിശദീകരിക്കുന്നത്. ശ്രീ പി സി തോമസ് മധ്യ തിരുവിതാംകൂറിൽ നല്ല വേരോട്ടമുള്ള പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. പക്ഷേ ഈ അടുത്ത് വന്നിട്ടുള്ള ആരോപണ പെരുമഴകളിൽ ആ രാഷ്ട്രീയത്തിന് കുറേയൊക്കെ മങ്ങലേറ്റിട്ടുണ്ട്. ഇടതു മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിലൊക്കെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തതാണ്. പരമാവധി ഒപ്പം വരുന്ന വിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ള സ്ട്രാറ്റജി അവർ സ്വീകരിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ. അത് കഴിഞ്ഞ ഇടുക്കി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായതാണ്. അതുതന്നെയാണ് കൂടുതൽ ആളുകളെ സ്വീകരിക്കുന്നതിലൂടെ ഇടതു മുന്നണി ഇവിടെയും ലക്ഷ്യം വെക്കുന്നത്. അതിലെന്താണ് തെറ്റ്? അത് വളരെ പ്രായോഗികമായ ഒരു രാഷ്ട്രീയ സമീപനമല്ലേ? അല്ല, കേരള കോൺഗ്രസ് എമ്മിലുണ്ടായ പ്രശ്നത്തെപ്പറ്റി ഞാൻ എതിർപ്പോ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. കാരണം അത് അവരുടെ പാർട്ടിക്കകത്തുണ്ടായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാവാം. പക്ഷേ ഒരു മുന്നണിയും ഈ പറയുന്ന 2 മുന്നണികളും കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ല. പ്രത്യേകിച്ച് കാർഷിക രംഗത്തോട് അങ്ങേയറ്റം അവജ്ഞയാണ് കാട്ടിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. കാർഷിക ബഡ്ജറ്റ് എന്ന കേരള കോൺഗ്രസ് ഉന്നയിച്ച ആശയത്തിൻ്റെ അതേ ചുവട് പിടിച്ച് കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു നയരൂപീകരണ സമിതി കൊടുത്ത റിപ്പോർട്ട് പോലും ആ മുന്നണി കാര്യമാക്കുന്നില്ല. അത് വാസ്തവത്തിൽ റെയിൽവേ ബഡ്ജറ്റ് പോലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് മുഴുവൻ പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിന് അനുകൂലമായിട്ട് പ്രതികരിക്കുവാനായിട്ട് വലത് മുന്നണികൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ഇഷ്യൂസ് വെച്ച് നോക്കുമ്പോൾ കേരള കോൺഗ്രസ് സംവിധാനത്തിന് അവർ ഉന്നയിച്ച 64-ൽ ഉന്നയിച്ച ആശയങ്ങളോട് നീതി പുലർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ 2 മുന്നണിക്കും എതിരാണ് എന്ന ഒരു തീരുമാനത്തിൽ കേരള കോൺഗ്രസ് വിഭാഗങ്ങളെ എത്തിക്കുവാനായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവസരമുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടതു മുന്നണി വിട്ടപ്പോൾ ഇടതുമുന്നണിയും CPIM ഉയർത്തിയ ഏറ്റവും രൂക്ഷമായ വിമർശനം ഒരു കാരണമില്ലാതെ, രാഷ്ട്രീയമായ ഒരു കാരണമില്ലാതെയാണ് ഇവർ മുന്നണി വിട്ടുപോയത്. പറയാൻ ഒരു കാരണമില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ഇടതു മുന്നണി വിട്ടപ്പോഴും നിങ്ങൾ ആക്ഷേപിച്ചു, രാഷ്ട്രീയമായ ഒരു കാരണം കൊണ്ടല്ല ഇവർ പോകുന്നത്, വെറും സീറ്റിന്റെ പേരിലാണ് എന്ന്. RSP ഏറ്റവും ഒടുവിൽ മുന്നണി വിട്ടപ്പോഴും ഇതേ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ AKG സെൻറ്ററിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന ആളുകൾ സീറ്റിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറയാതെ പുറത്തേക്ക് പോകുന്നു എന്ന്. ആ ആരോപണം, അതായത് രാഷ്ട്രീയം പറയാതെ കേവലം സീറ്റുകളുടെ കാര്യത്തിൽ മാത്രം പിണങ്ങി മുന്നണി മാറുന്നു എന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട വാദം ഇനി വിഴുങ്ങേണ്ടി വരും. കാരണം ഇതേ രാഷ്ട്രീയ സാഹചര്യത്തിൽ വരുന്നവരെ ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ മുൻപ് പറഞ്ഞ കാര്യങ്ങളെ സംരക്ഷിച്ച് നിൽക്കാനാകും? അഭിലാഷ്, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, രാജ്യവും ജനങ്ങളും നേരിടുന്ന വലിയ വെല്ലുവിളിയുണ്ട്, ഭീഷണിയുണ്ട്. ആ ഭീഷണിയെ എതിർത്ത് പരാജയപ്പെടുത്താൻ ആ ദുർനയങ്ങളോട് എതിർപ്പുള്ള ആര് വന്നാലും അവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും പ്രസക്തമായ കാര്യം.
അവിടെ അയാൾ മൊണ്ടിയാണോ ഞൊടന്തനാണോ കാഴ്ചയില്ലാത്തവരാണോ എന്ന് നോക്കി വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു കരുക്ക് മോട്ടിച്ചവനാണോ എന്ന് നോക്കിയിട്ടല്ല ഇപ്പുറത്ത് നിൽക്കുന്നത് രാജ്യത്തെ മുഴുവൻ വിഴുങ്ങുന്ന വിധത്തിൽ, രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം കളഞ്ഞു കുളിക്കുന്ന വിധത്തിൽ, രാജ്യത്ത് വർഗീയ ഫാസിസം അഴിഞ്ഞാടുമ്പോൾ, അഴിമതി അഴിഞ്ഞാടുമ്പോൾ അതിനെ ചെറുക്കാൻ വരുന്ന ശക്തികളെയൊക്കെ യോജിപ്പിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളാരെയും മാടി വിളിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ സീറ്റ് തരാം, ഇവിടെ വരും എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് UDF വിട്ട ആളുകൾ പോകണം? UDFിൽ നിന്നാൽ അതൊരു മുങ്ങുന്ന കപ്പലാണ്, രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ ആ UDFന് ഇനി വിധിയെഴുത്ത് അനുകൂലമായ വിധി എഴുതാൻ പോണില്ല എന്ന് അതിനകത്ത് നിൽക്കുന്ന ആളുകൾക്കും ബോധ്യമുണ്ട്. ഈ നാട് എവിടേക്കാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? 100-109 പരം പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. LDF ഭരിച്ചപ്പോൾ 3,900 കോടി രൂപ, 3,000 കോടിയോളം രൂപ ലാഭം, 1,444 കോടി രൂപ ലാഭം. UDF ഭരിച്ചപ്പോൾ 3,000 കോടി നഷ്ടം. ഒരു പുതിയ പൊതുമേഖലാ സ്ഥാപനവും തൊഴിലവസരവും ഉണ്ടാക്കിയിട്ടില്ല. പള്ളിക്കൂടി പഠിക്കാൻ പോണ കുട്ടികൾക്ക് വെക്കേഷൻ സമയത്ത് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം പാഠപുസ്തകം കൊടുക്കൂ. ഗവൺമെന്റ് കൂടെ നിന്നാൽ മുങ്ങിപ്പോകും എന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീവ്രമായി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് താങ്കൾ ഈ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളൊക്കെ, അതായത് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമീപനം, കർഷകദ്രോഹ സമീപനം, KM മാണിയുടെ നീതികേട്, ഇതൊന്നും പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ലല്ലോ. പാർട്ടിക്കകത്ത് പരിഹരിക്കാൻ ചർച്ച നടത്തുന്നു എന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്കൊക്കെ മത്സരിക്കാൻ സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ പോകാതിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റായി ഇത് ഏറ്റവും ഒടുവിൽ പരിണമിക്കുമോ? യഥാർത്ഥത്തിൽ ഇതൊരു സമ്മർദ്ദം മാത്രമായി ഒതുങ്ങുമോ? ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേൾക്കുകയുണ്ടായില്ല. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 3 വർഷമായി തുടരുന്ന ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അതിനകത്ത് ആ അഭിപ്രായം ഉള്ള എല്ലാ സഹോദരങ്ങളും ആ അഭിപ്രായത്തിലേക്ക് കടന്നു വരും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജും അദ്ദേഹത്തെ പോലെയുള്ള സഹോദരങ്ങളും ആ നിലപാടിലേക്ക് വന്നാൽ ഏറെ സന്തോഷകരമാണ്. അങ്ങനെ അവരെല്ലാവരും വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് കേരളത്തിലെ 51 കൊല്ലമായി കേരള കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൃഷിക്കാരുടെ എല്ലാം തീവ്രമായ ഒരാഗ്രഹമാണ്. ആ കൃഷിക്കാരുടെ തീവ്രമായ ഒരാഗ്രഹത്തോട് പുറംതിരിഞ്ഞു നിൽക്കാൻ മഹാനായ KM ജോർജിൻ്റെ മകന് കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ചർച്ച ചെയ്തു എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി, അതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ എനിക്ക് ശേഷിയുമില്ല. ശരി, ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ. ഇനി ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും വരുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ താങ്കളും ഇപ്പോൾ UDF സംവിധാനത്തിൽ തുടരുന്ന കേരള കോൺഗ്രസിന്റെ ഭാഗമായി ഇനിയും നിൽക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് UDF LDFിന്റെ പ്രശ്നമല്ല. ഈ കേരള സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരേണ്ട ഒരു ആശയ ധ്രുവീകരണത്തിലാണ് എൻ്റെ കണ്ണ്. അത് അഴിമതിക്കെതിരെ പോരാടാൻ കഴിയുന്ന, വർഗീയതയെ ചെറുത്തു നിർത്താൻ കഴിയുന്ന, കൃഷിക്കാരോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണം. ആ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തി ആരാണ്? ആ ശക്തി ഏതാണ്? ആ ശക്തിയോടൊപ്പമായിരിക്കും കേരള കോൺഗ്രസിലെയും കേരളത്തിലെയും ബഹുഭൂരിപക്ഷം ആളുകൾ നിലയുറപ്പിക്കുക. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ശ്രീ PC ജോസഫ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ UDFിനൊപ്പമായിരിക്കില്ല, മറിച്ച് LDFിനൊപ്പമായിരിക്കും. ബാക്കിയുള്ള ആളുകൾ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കൃഷിക്കാരോടൊപ്പമായിരിക്കും, കൃഷിക്കാരുടെ ബഹുജന പ്രസ്ഥാനത്തോടൊപ്പമായിരിക്കും, കൃഷിക്കാരുടെ ബഹുജന മുന്നേറ്റത്തോടൊപ്പമായിരിക്കും. ആ കൃഷിക്കാരാഗ്രഹിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശയ ധ്രുവീകരണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അല്ല എനിക്ക് പ്രധാനപ്പെട്ടത്, കൃഷിക്കാരോടൊപ്പമുള്ള മുന്നോട്ടുള്ള യാത്രയാണ്. ശ്രീ PC തോമസ്, കോട്ടയം, ഇടുക്കി ജില്ലകൾ ഒക്കെ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ ബെൽറ്റിൽ നിയമസഭാ സീറ്റുകൾ കിട്ടുക എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ പ്രയാസകരമായ ഒരു ജോലിയാണ്. ബാലികേറ മലയാണ് പല നിയമസഭാ സീറ്റുകളും. അവിടങ്ങളിൽ ഈ ആളുകളെ
പുതുതായി വരുന്ന ആളുകളെ വെച്ചൊരു പരീക്ഷണം നടത്തുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ഇടതുമുന്നണി ഉദ്ദേശിക്കുന്നത്. ജോയ്സ് ജോർജിനിലൂടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ LDFന് വിജയിക്കാൻ കഴിഞ്ഞത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. ഇങ്ങനെ പുതുതായി വരുന്ന LDFകാർക്ക് സമുദായത്തിൻ്റെ അടക്കം പിന്തുണ ഉണ്ടാകും ഇപ്പോഴത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അക്രമ രാഷ്ട്രീയത്തോട് വലിയ വെറുപ്പാണ്. പ്രത്യേകിച്ച് ഇന്നുണ്ടായിരിക്കുന്ന ഇപ്പോൾ TP ശ്രീനിവാസൻ എതിർപ്പുണ്ടായാൽ തല്ലിയൊതുക്കുക അല്ലെങ്കിൽ കൊന്നൊടുക്കുക, ഈ ഒരു രീതിയോട് വലിയ വലിയ എതിർപ്പ് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് LDFന് വളരെ എതിരാണ്. മറ്റ് ചില കേസുകളും LDFനെതിരാണ്. ചില അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വലിയ ആരോപണങ്ങളും കേസുകളും അങ്ങേയറ്റം അവർക്കും എതിരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ വിപരീതമായിട്ട് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷകർക്കും സാധാരണക്കാർക്കും പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ചിന്ത പോകും. ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് വന്നു. കേരളത്തിന് ഒരു കാലത്തും കിട്ടാത്ത രീതിയിൽ 1000 ചില്ലുവാനും കോടി രൂപ ഇത്തവണ കിട്ടിയിരിക്കുകയാണ്. സാധാരണ പാവപ്പെട്ടവർക്ക് അവരുടെ മേൽ യാത്രാക്കൂലിയോ അല്ലെങ്കിൽ ചരക്ക് ഗതാഗതത്തിൻ്റെ കൂലിയോ വർദ്ധിപ്പിക്കാതെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുക. സാധാരണക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെ, മുദ്രാ സ്കീം ഉൾപ്പെടെ ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. അതുകൊണ്ടൊരു വിഭിന്നമായിട്ട് ഈ രണ്ട് മുന്നണികൾക്കുമെതിരായിട്ട് മൂന്നാമതൊരു ചേരിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, കൃഷിക്കാർ, തൊഴിലാളികൾ, ഇവർക്കൊക്കെ ആ വലിയ മാറ്റം ആഗ്രഹമുള്ളതുകൊണ്ട് കേരള കോൺഗ്രസ് പോലെയുള്ള ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അവസരം ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതിനുവേണ്ടി ഉള്ള ഒരു പരിശ്രമം എല്ലാവരും കൂടി നടത്തുകയാണ് എങ്കിൽ കേരള കോൺഗ്രസ്സിന് പണ്ടുണ്ടായിരുന്ന പ്രഭാവം വീണ്ടും കിട്ടാൻ പറ്റും. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ, പ്രത്യേകിച്ച് റബ്ബറിൻ്റെ വിലയിടിവ്, ഏലത്തിൻ്റെ വിലയിടിവ്, നാളികേരത്തിൻ്റെ വിലയിടിവ്, ഇവയൊക്കെ ഉൾപ്പെടെയുള്ള കാർഷിക പ്രശ്നങ്ങളിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാനായിട്ട് തീവ്രമായിട്ടുള്ള ശ്രമം നടത്തുവാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് ജനങ്ങൾ, കേരള കോൺഗ്രസുകൾ ഉൾപ്പെടെ ജനങ്ങൾ പോകാനായിട്ട് ഉള്ള ഒരു അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാണണം എന്നുള്ളതാണ്. ശരി, അങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ജനങ്ങൾക്ക് വല്ലാതെ മടുത്തിട്ടുണ്ടാകില്ലേ? പരസ്പരം ബദ്ധവൈരികൾ ആയിരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം ഒരുമിക്കുക, കളം മാറി ചവിട്ടുക, കൂടുവിട്ട് കൂടുമാറുക, ഇതൊക്കെ സ്വാഭാവികമായും ജനങ്ങൾക്കൊരു അവമതിപ്പുണ്ടാക്കും. അവർ മൂന്നാമതൊരു ഓപ്ഷൻ എന്ന നിലയ്ക്ക് ചിന്തിച്ചാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ലല്ലോ. അതെ, അത് മനസ്സിലായി. ഇപ്പോൾ ശ്രീ PC തോമസിൻ്റെ സംഭാഷണം കേട്ടാൽ മനസ്സിലായല്ലോ. മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ BJPയുടെ നേതൃത്വത്തിൽ RSS BJP ചേർന്നുണ്ടാക്കുന്ന ഈ ജാതിമത ശക്തികളുടെ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു മുന്നണിയിലേക്ക് പോകണമെന്നല്ലേ PC തോമസ് പറഞ്ഞതിൻ്റെ അർത്ഥം? 2020 ആകുമ്പോൾ മുസ്ലിം, ക്രിസ്ത്യൻ, ഇതര ഭാരതം ലക്ഷ്യമിടുന്നതിലേക്ക് PC തോമസ് ഈ മധ്യ തിരുവിതാംകൂറിലെ മതന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെ മുഴുവൻ അതിനോടൊപ്പം കൊണ്ടുപോകാനാണോ ആഗ്രഹിക്കുന്നത്? അതുപോലെ മുസ്ലിങ്ങളെ മുഴുവൻ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അദ്ദേഹം അസഹിഷ്ണുതയുടെ പേര് പറഞ്ഞു. TP ശ്രീനിവാസനെ കല്ലെറിഞ്ഞു അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യാൻ പോയി എന്ന്. തെറ്റ്. ഞാൻ ചോദിക്കട്ടെ, കൽബുർഗിയെ കൊന്നതോ അസഹിഷ്ണുതയുടെ പേരിലല്ലേ? ഇന്നുള്ള വിദ്യാർത്ഥികളെ പിടിച്ച് ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിക്കാനിടയായതും തടവിലിട്ടിരിക്കുന്നതും ഒക്കെ നല്ല ഭരണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? പെരുമാൾ മുരുകൻ എന്ന് പറഞ്ഞവനോട് ചോദിച്ചത് എന്താ, കഴുത്ത് വേണോ എഴുത്ത് വേണോ എന്ന്. അയാൾ പറഞ്ഞു, എനിക്ക് കഴുത്ത് മതി, എഴുത്ത് ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. പൻസാര എന്തിനാ കൊന്നത്? ദാബോൾക്കറെ എന്തിനാ കൊന്നത്? അവർക്കിഷ്ടമില്ലാത്ത കവിത എഴുതിയാൽ, അവർക്കിഷ്ടമില്ലാത്ത സാഹിത്യ സൃഷ്ടി നടത്തിയാൽ, അഭിപ്രായ പ്രകടനം നടത്തിയാൽ വെടിവെച്ച് കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു മുന്നണിയുടെ കാര്യമാണ് ഇപ്പൊ PC തോമസ് പറഞ്ഞത്. ഇതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണല്ലോ. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ സർക്കാരിനെ കുറിച്ചും കേന്ദ്രത്തിലെ സർക്കാരിനെ കുറിച്ചും നിങ്ങൾക്ക് പറയാൻ ധാരാളം വിഭവങ്ങൾ ഉണ്ട് എന്നിരിക്കെ രാഷ്ട്രീയമായി അനായാസം ഈ സംസ്ഥാനത്ത് ഇടതുമുന്നണി വിജയം നേടേണ്ടതാണ്. അങ്ങനെ ഒന്നുണ്ട് എങ്കിൽ പിന്നെ അവിടെ നിന്ന് വരുന്ന ആളുകളെ കൈമാടി വിളിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമല്ലേ?
അല്ല, ഈ രാഷ്ട്രീയ അനുകൂലമായ സാഹചര്യം കണ്ടുകൊണ്ട് തന്നെയാണ് UDF നിൽക്കുന്ന ആളുകൾ അവിടെ നിന്നാൽ ഇതിനകത്ത് കച്ചിയിൽ തൊടൂല്ല എന്ന് കണ്ടിട്ട് അവരത് വിട്ടുവന്ന് ഇപ്പുറത്ത് ഈ മുന്നണിയുടെ ഒപ്പം ചേരുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നിയാൽ വേണ്ട നിങ്ങൾ ആ അഴിമതി മുന്നണിയിൽ തന്നെ നിന്നോ, നിങ്ങൾ ഈ വർഗീയ ഫാസിസത്തിൻ്റെ കൂടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തണമെന്നാണ് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം. അതില്ല. ഈ ശക്തികൾ, മതേതര ശക്തികൾ, ജനാധിപത്യ ശക്തികൾ മാക്സിമം യോജിപ്പിക്കുക എന്നുള്ള പരിശ്രമം തന്നെ നടത്തും. അത്ര ഭീഷണിയാണ് വർഗീയ ഫാസിസത്തിന്റെ ഭീഷണി രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ അപ്പുറത്തേക്ക് വന്നാൽ MLA ആകാൻ പറ്റും, ഒരുപക്ഷെ മന്ത്രിയാകാനും പറ്റിയേക്കും എന്ന സ്വപ്നത്തിലല്ലേ വരുന്നത്? അതല്ലാതെ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞാണോ വരുന്നത്? അങ്ങനെയുള്ളവരുമുണ്ട്, അല്ലാതെ ആശയപരമായി നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നവരുമുണ്ട്. ഈ ആപത്തിനെ നേരിടാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലതെന്നുള്ള ബോധം അത് മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ തന്നെ ഉയർന്നു വന്നതിൻ്റെ പ്രകടനമാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. UDF വിശ്വസിച്ച ആൾക്കാർ പോലും കോൺഗ്രസിനെ ഇതിനെ ചെറുക്കാൻ കഴിയുമെന്ന് കുറേ ആളുകൾ പറഞ്ഞു കിടന്നു. കോൺഗ്രസിന് ആവില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു തള്ളിച്ച ഇക്കാര്യത്തിൽ വരും. UDF ഭരണം അവസാനിപ്പിക്കാൻ BJPയുടെ നേതൃത്വം കൊടുക്കുന്ന മൂന്നാം മുന്നണി, അതാണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞവർ, മൂന്നാമത് ബദൽ ശക്തി വരണം. എല്ലാവരും അഴിമതിക്കാർ. BJP നല്ല സംശുദ്ധ ഭരണം നടത്തുന്നതാ? ചർച്ചയിൽ പങ്കെടുത്തതിന്